ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2024 ആദ്യത്തെ റിവ്യൂ ആട്ടം IFFKയിൽ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുത്ത പടമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കുറേ മികച്ച റെസ്പോൺസൊക്കെ കിട്ടിയ പടമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ജോണർ നമ്മൾ ട്രെയിലറും ആ ഒരു ടീസറൊക്കെ കണ്ട പോലെ ഭയങ്കര റോ ആൻഡ് ഇൻറ്റൻസ് ഒരു ആർട്ട് ഫിലിം മോഡൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ തോന്നുമെങ്കിലും പക്ഷേ പടം അത് അല്ലല്ലേ, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതുതന്നെ ഇതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലിംഗ് ഡ്രാമ ആ ഒരു സെറ്റപ്പൊക്കെ പറയാവുന്ന ഇതാണ്. സസ്പെൻസും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമുള്ള ഒരു ഡ്രാമ ട്രൂപ്പിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വിക്ടിമിനെ തേടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സാധനമാണ്. അതിൻ്റെ കൂടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കുറേ ഇമോഷൻസും അതൊക്കെ ആയിട്ടുള്ള ഒരു ജേണിയാണ് ആട്ടം എന്ന് പറയുന്നത്. IFFKയിൽ ഭയങ്കര തെളിൻ്റെ ഇടയ്ക്ക് നോർമലി ലിറ്ററലി ഇരുന്ന് അല്ലെങ്കിൽ കിടന്നാണ് ഈ സിനിമ കണ്ടത്. അപ്പം ആ ഒരു ആംഗിൾ കണ്ടപ്പോൾ അത്യാവശ്യം പെടലുവേനെ കണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു സിനിമ. മെയിനായിട്ട് എടുത്ത് വരാൻ കാരണം എൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഒരിക്കലും ലാഗ് അടിക്കാതെ ഓരോരുത്തർക്കും ആ 12 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 13 പേരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. രണ്ടാമത്തെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ നടി സറിൻ ഷിഹാബിൻ്റെ ആക്ടിംഗ് ആണ്. വളരെ മെച്ചുവറായിട്ട് ആ ഓരോ സിറ്റുവേഷൻസ് എത്ര ഇമോഷൻസ് കൊടുക്കണോ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുത്ത് സിനിമ കുറച്ച് എൻഗേജിങ് ആക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബാക്കി വന്ന 11 പേരും നാടകത്തിൽ അഭിനയിച്ച് വന്നവരാണ്. പക്ഷെ നീ ഫസ്റ്റ് വിചാരിച്ചത് നാടകത്തിൽ അഭിനയിച്ചവരാണെന്ന്. നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് നല്ല റിയലിസ്റ്റിക് ആയിട്ടെന്ന് വെച്ചാൽ തോന്നത്തില്ല. വെച്ചാൽ അഭിനയിക്കുകയാണ്, നല്ല നാടകത്തിൽ അഭിനയമാണ് തോന്നത്തില്ല ഇതിലാണ്. പിന്നെ വെച്ചാൽ ഈ 12 പേർക്കും 12 ടൈപ്പ് ക്യാരക്ടേഴ്സാണ് കൊടുക്കുന്നത്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമാണ്. വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ വെച്ചാൽ ഇറങ്ങുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്. കാരണം ഇവരെല്ലാം നമ്മുടെ സൈഡിൽ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണെന്നുള്ള സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് ഇതിൻ്റെ തീം എന്താന്ന്. ഈ 12 പേരിൽ ഈ പെൺകുട്ടിക്ക് ഒരാളിൽ നിന്ന് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവുന്നു. അപ്പോൾ അതിലെ വിക്ടിമിനെ തേടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. പക്ഷെ ഇത് കഥയോട് അടുക്കും തോറും ആൾക്കാർ എങ്ങനെയൊക്കെയാണ് അവരെ നമ്മുടെ സ്വാർത്ഥതയ്ക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് അതിന് പറയുന്നത്, നമ്മുടെ സത്യസന്ധതയെ നമ്മൾ ഏതറ്റം വരെ നമ്മളെ പോകുന്നത്. എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പറഞ്ഞു തരാനായിട്ട്. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് എന്താ അറിഞ്ഞാൽ മതി. മാത്രമല്ല നമ്മൾ കണ്ടിട്ട് ചിന്തിക്കണം. ഈ സിനിമയിൽ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ ഒരു പ്രശ്നം നമുക്ക് സിനിമ കാണാൻ പറ്റും. റിഫ്ലക്ഷൻ പോലെ കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരെയും നമ്മൾ ഈ ഒരു സന്ദർഭം കാണുമ്പോൾ ഈ ഒരു സന്ദർഭം എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വരെ തോന്നിപ്പോവും. അങ്ങനെ ഒരു കണക്ട് സിനിമ. അങ്ങനെ സിമ്പിളായിട്ട് ഒരു 1 ലൈൻ പറയുകയാണെങ്കിൽ സിമ്പിളാണ് അത്. പക്ഷെ ഭയങ്കര നമ്മളെ ഇമോഷണലി കണക്ട് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടേഴ്സിനെല്ലാം കുറേ ഡെപ്ത് ഉണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഓരോ ഡയലോഗ് കൊണ്ടും എല്ലാം നമ്മളെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതാണ്. അതിന് മെയിൻ എടുത്തു പറയേണ്ട സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് സീൻ അതാണ് സിനിമയെ കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് മൊമെന്റ്. ക്ലൈമാക്സ് ആണ് ഒരു യൂഷ്വൽ ടൈപ്പ് ക്ലൈമാക്സ് അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ സിനിമ റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് പോകും ലാസ്റ്റ് കണ്ടു കഴിഞ്ഞ ശേഷം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരുപാട് ലേയേഴ്സ് ഉള്ള, ഒരുപാട് ഇന്നർ ഡെപ്ത് ഒക്കെ ഉള്ള ഒരു ഭയങ്കര മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു പടം. അത് ഭയങ്കര സിമ്പിളായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ആ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിലൂടെ സിനിമ നൈസായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇത് നിങ്ങൾ ആ പോസ്റ്ററും ട്രെയിലറും ഒക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വേണം സിനിമയ്ക്ക് പോകുക. എന്നാലേ സിനിമയുടെ മൂഡ് മനസ്സിലാവും. നല്ല സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പടമല്ലേ. സിനിമയുടെ മൂഡ് മനസ്സിലാക്കാതെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സിനിമ. അതാണ് സിനിമയുടെ പ്രശ്നം. അപ്പോൾ ഈ ഇടയ്ക്ക് കുറേ ഇറങ്ങി നല്ല ചർച്ച ചെയ്യപ്പെട്ട കുറേ കണ്ടന്റുള്ള സിനിമകളിൽ ഒന്നുകൂടി അതാണ് ആട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഇത്ര പോസിറ്റീവ് ഒക്കെ കിട്ടിയാലും തിയേറ്ററിൽ പോയി ആളുകൾ കാണുമെന്നുള്ളത് എനിക്ക് ഡൗട്ട്. തിയേറ്ററിൽ കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൊതുവെ നമുക്ക് ഇങ്ങനത്തെ ഒരു സീരിയസ് മോഡ് പടമൊക്കെ നമ്മൾ ആ തിയേറ്ററിൽ പോയി കാണാനുള്ളത് കുറവാണ്. പക്ഷെ ഇത് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടാൽ നമ്മളൊന്ന് മെന്റലി ഇമോഷണലി ഒക്കെ കുറെ ഒരു സംഭവം കിട്ടുന്ന ഒരു പടമാണ്. അപ്പൊ എന്തായാലും വിനയ് ഫോർട്ടിന്റെ പെർഫോമൻസ്, ഇവരെല്ലാം റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാരും അതുപോലെ തന്നെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഡ്രാമയൊക്കെ അവർ നൈസിന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും ഈ ക്യാരക്ടേഴ്സിന്റെ പേര് ഓർമ്മയില്ലെങ്കിലേ നമുക്കത് ഇപ്പോഴും മൈൻഡ് ഓർക്കത്തിരിക്കാൻ പറ്റും. അപ്പോൾ 2024 തുടക്കം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡീസൻറ്റ് പടം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ 2-3 പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ആദ്യം കണ്ട പടം ഏതായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.
മെയിനായിട്ട് ഈ സിനിമയിൽ എടുത്തു പറയാനുള്ളത് നമ്മൾ ഇത്രയും എൻഗേജിങ് ആയിട്ട് എടുത്തുള്ള കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഓരോ സ്ക്രീനും എടുത്തെടുത്ത് ഓരോ എല്ലാ ആൾക്കും 12-13 പേർക്ക് എത്തിപ്പോകുന്നത്.